ഹലോ ഫ്രണ്ട്സ്, വിലായത്ത് ബുദ്ധ പൃഥ്വിരാജ് നായകനാവുന്ന പുതിയ സിനിമയുടെ പേരാണ് വിലായത്ത് ബുദ്ധ. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീസർ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 24 മണിക്കൂർ ആവാറായി. ഞാൻ മുന്നേ അപ്ഡേറ്റ് ഇടേണ്ടതായിരുന്നു, പക്ഷേ ജസ്റ്റ് ഒന്ന് തിരക്കായി പോയി. സിനിമ ഇറങ്ങുന്നത് നോവലിനെ ബേസ് ചെയ്താണ്. GR ഇന്ദുഗോപൻ്റെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്താണ് സിനിമ ഇറക്കുന്നത്. ഇത് നമ്മുടെ സച്ചി സാറ് സംവിധാനം ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണ്. ഈ സിനിമ പുള്ളിക്കാരൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണെന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിയല്ല ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത്, ജയൻ നമ്പ്യാരാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ടീസർ പേഴ്സണലി എനിക്ക് ഒരു ഡീസൻറ്റ് തരക്കേടില്ല എന്ന് ഒരു ഫീലാണ് തോന്നിയത്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാവരും കേട്ട് അറിഞ്ഞ ഒരു സ്റ്റോറി തന്നെയാണ്. ചന്ദനക്കടത്താണ് സിനിമയുടെ പ്ലോട്ടായിട്ട് വരുന്നത്. ആ ടീച്ചർ കട്ടിനകത്ത് തന്നെ ഡയലോഗ് പറയുന്നുണ്ട്, ഇതെന്നെ പുഷ്പ കളിക്കല്ലേ എന്ന്. പക്ഷേ അതിൽ തന്നെ മറുപടിയും പറയുന്നുണ്ട്, അത് ഇൻ്റർനാഷണലാണ്, താൻ ലോക്കലാണെന്ന്. ഡബിൾ മോഹനൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പൃഥ്വിരാജ് സിനിമയിൽ വരാൻ പോകുന്നത്. സിനിമയിലെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജേക്സ് ബിജോ തന്നെയാണ്. പക്ഷേ ടീസർ കട്ടിൻ്റെ ക്ലൈമാക്സിനകത്ത് വരുന്ന ആ ഒരു ബീജം പേഴ്സണലി എനിക്ക് കണക്റ്റ് ആയില്ല. അതായത് പേഴ്സണലി എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ടീസർ മാത്രമാണ്. സിനിമയിൽ വളരെ നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ സച്ചി സംവിധാനം ചെയ്യാൻ വേണ്ടിയിരുന്ന ആ സിനിമ ഇത് പലരും തട്ടിയെടുത്തതാണ്. ഇതിൻ്റെ സ്റ്റോറി പല സിനിമയിലേക്കും മാറ്റിയെടുത്തിട്ടുണ്ട്, സ്റ്റോറി കട്ടെടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ജസ്റ്റ് റൂമർ മാത്രമാണ്. ഈ സിനിമയുടെ പ്ലോട്ട് പൃഥ്വിരാജിൻ്റെ അടുത്ത് മുന്നേയും സച്ചി സാറ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പല കാരണങ്ങളുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് പല പ്രാവശ്യം നിർത്തി വെക്കേണ്ടി വന്നു. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിലീസ് ഡേറ്റ് മാറ്റി വെക്കേണ്ടി വന്നു. ഇപ്പം തന്നെ ഈ ടീസർ കട്ടിനകത്ത് പോലും സിനിമയുടെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല, കമ്മിങ് സൂൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പൊന്ന് ജേക്സ് ബിജോയ്. പുള്ളിക്കാരൻ ഇപ്പോൾ സിനിമയിൽ വളരെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സുഷിൻ ശ്യാം അവിടെ പോയി. പുള്ളിക്കാരനായിരുന്നല്ലോ മലയാള സിനിമയിലെ ട്രെൻഡ്. പതിയെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. ടീസർ യൂട്യൂബ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ എൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.